നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാർ മോശമെന്ന പ്രചരണം മാധ്യമ സൃഷ്ടിയെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം വർഗീയതയെ കൂട്ടുപിടിച്ച്. സിപിഎം കുഴൽമന്ദം ഏരിയ സമ്മേളനത്തിന് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ തുടക്കം. പ്രതിനിധി സമ്മേളനത്തിൽ 152 പ്രതിനിധികൾ. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. 52 വാർഡുകളുള്ള നഗരസഭയിൽ ഒരു വാർഡ് കൂടി രൂപീകരിക്കുന്നതിന് 52 വാർഡുകളും വെട്ടിമുറിച്ചെന്ന് ആരോപണം. BJPയുടെ തുടർഭരണം ലക്ഷ്യമിട്ട് നടത്തുന്ന വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് IUML സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. സംസ്ഥാനത്ത് 16,000-ഓളം NHM ജീവനക്കാർ പണിമുടക്കിയതായി ഫെഡറേഷൻ. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSTA മാർച്ചും ധർണയും. അമ്പലപ്പാറയിൽ കായിക പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ആധുനിക കളിസ്ഥലമൊരുങ്ങുന്നു. ചെറുമുണ്ടശ്ശേരിയിലെ കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്ന പ്രചരണം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPIM കുഴൽമന്ദം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് വർഗീയ ശക്തികളായ BJPയുടെയും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ 10,000-കണക്കിന് വോട്ട് കൊണ്ടാണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ആരോപിച്ചില്ലേ? പതിനായിരക്കണക്കിന് വോട്ടിന്റെ വ്യത്യാസമാണ് BJPക്ക് കുറഞ്ഞത്. ഇപ്പൊ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുക. 10,000-ഓളം വരുന്ന FTPI ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് കോൺഗ്രസിന്. പരുത്തിപ്പുള്ളിയിൽ ബുധനാഴ്ച ആരംഭിച്ച CPIM കുഴൽമന്ദം ഏരിയ സമ്മേളനത്തിൽ S അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും R സുരേന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുൻ MLA V ചന്ദ്രാമരാക്ഷൻ, DYFI മുൻ ജില്ലാ സെക്രട്ടറി TM ശശി, K ശാന്തകുമാരി MLA, ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച പ്രതിനിധി സമ്മേളനവും ചർച്ചയും നടന്നു. വ്യാഴാഴ്ച ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും റെഡ് വളണ്ടിയർ മാർച്ചും, വൈകുന്നേരം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നടത്തിയ വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹമീദ്. 52 വാർഡുകളുള്ള നഗരസഭയിൽ വർദ്ധിക്കുന്നത് ഒരു വാർഡ് മാത്രമാണ്. ഇതിനായി ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് 52 വാർഡിനെയും വിഭജിച്ചതെന്ന് MM ഹമീദ് ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റല്ല സെക്രട്ടറി എന്ന് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡപ്രകാരം വാർഡ് വിഭജനം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഹമീദ് പറഞ്ഞു. ഒരു വാർഡാണ് ഇവിടെ വർദ്ധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ അഴിമതി കൂടുതൽ വർദ്ധിപ്പിച്ച് ഭരണം നടത്തുന്നതിനാവശ്യമായ ആളുകളെ കൗൺസിലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. AM സലീം അധ്യക്ഷത വഹിച്ചു. സൈദാലി പൂളക്കാട്, സയ്യിദ് മീരാൻ ബാബു, ബഷീർ ഒലവക്കോട്, ഹസനുപ്പ, അഷ്റഫ് പറക്കുന്നം, സുബൈർ ജൈനിമേട്, അഷ്റഫ് വെണ്ണക്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ 16,000-ഓളം NHM ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, എല്ലാ ജീവനക്കാർക്കും PF ആനുകൂല്യം ലഭ്യമാക്കുക,
ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി മാറ്റുക, സമഗ്രമായ HR നയം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. തൃശൂരിൽ NHM ഓഫീസിൽ നിന്ന് DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. DMO ഓഫീസ് അങ്കണത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും NH എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കിരൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര നിമേഷ്, ജില്ലാ സെക്രട്ടറി CC പോൾ, CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ NHMന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഫീൽഡിലായിരുന്നു. എല്ലാവർക്കും പേടിയാ കോവിഡിന്. ആശാവർക്കന്മാർ വീട്ടിൽ മരുന്ന് കൊണ്ടു കൊടുക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും ഉറക്കമില്ലാത്ത രാത്രി 1 മണിക്കും 2 മണിക്കും പോലും ഞങ്ങൾ JPHമാരെ പോലും JHമാരെ പോലും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള ആളുകളോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് രാവും പകലുമില്ലാതെ മഴയും വെയിലുമില്ലാതെ വർക്ക് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണ കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പാൾ M ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായാണ് കലാമണ്ഡലത്തിന് മുന്നിൽ അവകാശ ദിനം സംഘടിപ്പിച്ചത്. UGC 6-7 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ചു കിട്ടുന്നതിന് പലതവണ പരാതി നൽകിയിട്ടും സർക്കാരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും. 70-90 വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ വെള്ളത്തോട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ ആശാന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഈ വിശ്വോത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർഹപ്പെട്ട പെൻഷൻ, കമ്മ്യൂട്ടേഷൻ, TCRG തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഈ കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ്. യൂണിയൻ സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം PV ഈശ്വരനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം M കൃഷ്ണകുമാർ സ്വാഗതവും ഗിരിജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ SFI DYFI നേതാവും CPM കുഴൽമന്ദം മുൻ ഓഫീസ് സെക്രട്ടറിയും ബ്രാഞ്ച് അംഗവുമായ M ലെനിൻ BJPയിൽ ചേർന്നു. BJP പാലക്കാട് ജില്ലാ ഓഫീസിൽ വച്ച് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിൽ നിന്ന് ലെനിൻ അംഗത്വം സ്വീകരിച്ചു. SFI കുഴൽമന്ദം മുൻ ഏരിയ സെക്രട്ടറി, SFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, DYFI മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി, DYFI മഞ്ഞളൂർ ബ്ലോക്ക് സെക്രട്ടറി, ദേശാഭിമാനി ലേഖകൻ എന്നീ നിലകളിൽ ലെനിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ ഏകാധിപത്യപരമായ സമീപനത്തിലും അടിച്ചമർത്തലിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്തതെന്ന് ലെനിൻ പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കാൻ മോദിയുടെ നേതൃത്വത്തിനും BJPക്ക് മാത്രമേ കഴിയൂവെന്നും ലെനിൻ പറഞ്ഞു. ഞാൻ തീരുമാനിക്കുന്നത് യുവാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബികോം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപാട് പദ്ധതികൾ ശ്രീ മോദിജി ഫലവത്തായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തി ആ ജനങ്ങളിലേക്ക് അറിയിക്കാൻ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ അറിയിക്കുകയാണെങ്കിൽ ഇന്ന് താഴേക്കുള്ള കുടിൽ വ്യവസായം പോലെ ഉള്ള തുടങ്ങാനുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. ഞാൻ പാർട്ടിയുടെ നിൽക്കുന്നതോടെ തന്നെ മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മോദിജി എന്ന് പറയുന്ന CPM-ന്റെ പ്രധാനമന്ത്രി ആവാതിരിക്കില്ലല്ലോ, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ലെനിനെ ഷോൾ അണിയിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിൽ നിന്ന് ലെനിൻ അംഗത്വം സ്വീകരിച്ചു. അറിയപ്പെടുന്ന നേതാവാണ്. SFIയുടെ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി ആയിരുന്നു. SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, SFI മഞ്ഞളൂർ DYFIയുടെ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി, കുഴൽമന്ദം ബ്ലോക്ക് കമ്മിറ്റി അംഗം, CPM-ന്റെ കുഴൽമന്ദം പാർട്ടി ഓഫീസിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി, ദേശാഭിമാനിയുടെ ലേഖകൻ എന്നീ നിലയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് R മുകുന്ദൻ
രണ്ടുപേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ, മറ്റൊരാൾ അമരേഷ്, ഈ 3 പേര് ഇന്ന് BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുഴൽമന്നത്ത് വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSTA പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. മാർച്ചിന് ശേഷം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം BRC പരിധിയിലെ 250ഓളം അധ്യാപകരും ജീവനക്കാരുമാണ് മാർച്ചിലും ധർണയിലും അണിനിരുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഒരു 2-3 വർഷമായി, ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ടാണ് കേരളത്തിനെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എല്ലാ മേഖലയും തകർക്കാൻ ആവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായി പ്രവർത്തിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ ആവശ്യമായ, എല്ലാ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കാൻ ആവശ്യമായ നീക്കങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K. പ്രസാദ്, KRTA ജില്ലാ പ്രസിഡന്റ് K. ജിഷ, KACPU ജില്ലാ പ്രസിഡന്റ് N. ഫൈസൽ, KSSTSU സംസ്ഥാന ട്രഷറർ P. ചിത്രപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളായ CV രാജേഷ്, K. വേണു, C. സുനിത, B. ധരേഷ്, S. സുജീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം PM വെങ്കടേശ്വരൻ സ്വാഗതവും സബ് ജില്ലാ സെക്രട്ടറി EP ഗിരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണോദ്ഘാടനം ചെറുമുണ്ടശ്ശേരിയിൽ ഉത്സവ പ്രതീതിയോടെ നടന്നു. 1 കോടി രൂപ ചെലവിലാണ് കളിസ്ഥലം നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി 2023-2024 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി കേരള സർക്കാർ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. 92.71 ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് 8 മാസമാണ് പ്രവൃത്തിയുടെ കാലാവധി. കളിസ്ഥലത്ത് പ്രധാനമായും ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, മഡ് ഫുട്ബോൾ കോർട്ട്, മഡ് വോളിബോൾ കോർട്ട്, മഡ് കബഡി കോർട്ട്, ഡ്രെയിൻ, ഫെൻസിംഗ്, ഇന്റർലോക്ക്, റിട്ടൈനിംഗ് വാൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, ഫുട്ബോൾ കോർട്ടിന്റെ ഫ്ലഡ് ലൈറ്റ് ആൻഡ് യാർഡ് ലൈറ്റിംഗ് എന്നീ ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം MLA K. പ്രേംകുമാർ നിർവഹിച്ചു. ജാതി, മത, കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് കായിക മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്താൻ കഴിയുന്ന ഒരു നല്ല മൈതാനമായി ഈ മൈതാനം മാറും. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്, വേറെ എവിടുന്ന് വന്നവരല്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്ത് ഇതിലേക്ക് കൂടി ഇത്തരം, അതും ഒരു ചെറിയ പ്രശ്നമാണ്, നേരായ കളിക്കളം ഇല്ലെങ്കിൽ തെറ്റായ കളിക്കളത്തിൽ ആള് പോകുന്നു പറഞ്ഞതുപോലെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, അവരെ കൂടി നേരായ പാതയിൽ നയിക്കാൻ. തീരെ നിർവാഹം ഇല്ലാത്തവരെ പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുവരുത്താനും നമ്മുടെ നാടിനാകണം എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് T. ശശികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ IC കമലാക്ഷി, PU വിനീത, ആസൂത്രണ സമിതി അംഗങ്ങളായ CC രാജൻ, KP ഹരികൃഷ്ണൻ, CR മണികണ്ഠൻ, ബിനു, K. രാമചന്ദ്രൻ, MR പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ആഹ്ലാദ പ്രകടനം നടത്തി. ദക്ഷിണ റെയിൽവേ സോണിൽ അംഗീകൃത സംഘടനയായി തൊഴിലാളികൾ DRUവിനെ തെരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചായിരുന്നു പ്രകടനം. ഇക്കഴിഞ്ഞ ഡിസംബർ 4, 5, 6 തീയതികളിൽ നടന്ന ഹിതപരിശോധനയിൽ ദക്ഷിണ റെയിൽവേ സോണിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ അംഗീകൃത സംഘടനയായി തൊഴിലാളികൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുത്തത്. തൊഴിലാളികളുടെ അംഗീകാരത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ DRU ആഹ്ലാദ പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിൽ ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാക്കി ജുഡീഷ്യറിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തവണ ഹിതപരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ അത്തരത്തിലൊരു ഹിതപരിശോധനയ്ക്ക് തയ്യാറാകുമായിരുന്നില്ല. ജുഡീഷ്യറിയുടെ പിന്തുണയോടുകൂടി ജുഡീഷ്യൽ സ്കൂട്ടണിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഹിതപരിശോധന ഇപ്പോൾ നടന്നത്. ആ ഹിതപരിശോധനയിൽ നമ്മൾ DRU വമ്പിച്ച വിജയം നേടിയെന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള എതിരാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു വിജയമാണ് DRUവിന്റെ കണക്ക്. AILRSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, DRU ബ്രാഞ്ച് പ്രസിഡന്റ് T. രാജേഷ്, കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PB അനിൽകുമാർ, AIGC ഡിവിഷണൽ പ്രസിഡന്റ് സുജിത്ത്, DRU പ്രസിഡന്റ് P. രഘുനാഥ്, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി, SCFWA മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാഹനങ്ങളിലും കാൽനടയായും മറ്റും ശബരിമലയ്ക്ക് പോകുന്ന പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി അയ്യപ്പ ദർശനം തേടി സ്കേറ്റിംഗിന് ഒരുങ്ങുകയാണ് പാലക്കാട് അകത്തേത്തറ സ്വദേശിയായ മനുരാജ് എന്ന വിദ്യാർത്ഥി. മനുവിന്റെ ശബരിമലയിലേക്കുള്ള സ്കേറ്റിംഗ് യാത്ര വ്യാഴാഴ്ച മന്തക്കരയിൽ വച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പിതാവ് മണി ഗുരുക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1ാം ക്ലാസ് മുതലാണ് മനുരാജ് സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചത്. ഏറ്റവും കുറഞ്ഞ ഉയരത്തിലൂടെയുള്ള സ്കേറ്റിംഗ്, സ്ട്രെച്ച് വാക്ക്, 60 കിലോമീറ്റർ സ്കേറ്റിംഗ്, സൂചിയിരുത്തം എന്നിവയിൽ റെക്കോർഡ് നേടിയിട്ടുണ്ട്. കന്നിസ്വാമിയായ മനുരാജിന്റെ സ്കേറ്റിംഗിലൂടെ ശബരിമലയിലെത്തി ദർശനം നേടുക എന്ന ആഗ്രഹത്തിന് പിന്തുണ നൽകുകയാണ് കുടുംബം. 300 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന യാത്ര 19-ന് തുടങ്ങി 21-ന് വൈകുന്നേരം പമ്പയിലെത്തും. മനുരാജിന്റെ പിറകിലായി അച്ഛൻ സ്കൂട്ടറിലും മലമ്പുഴയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ നഴ്സ് കൂടിയായ അമ്മ രുക്മിണി പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളുമായും ഇവരെ അനുഗമിക്കും. മലമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മനുരാജ്. ശബരിമലയ്ക്ക് ഓട്ടം തുടങ്ങുകയാണ്. പുറകിൽ ഞാൻ സ്കൂട്ടറിൽ ഒന്നിന് ഉണ്ടാവും, ഇവിടുന്ന് അതുവരെ. എൻ്റെ പുറകിൽ ഒരു ബൊലേറോ ജീപ്പുണ്ട്. അത് ഫസ്റ്റ് എയ്ഡ് ആയി ഒരു നേഴ്സ് സഹിതം പുറകിലുണ്ട്. അങ്ങനെയാണ് ഒരു 3 ദിവസത്തിനകം അവിടെ എത്താൻ. 19-ന് സ്റ്റാർട്ട് ചെയ്ത് 20, 21 ആ ദിവസം രാത്രി പമ്പയെത്തും. അതിനുശേഷം അവിടെ സൗകര്യം പോലെ പോയി തൊഴുതി തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. മനുരാജ്, S. രാജേഷ്, K. ശശി എന്നിവരും മണി ഗുരുക്കൾക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുഴകളുടെയും നീർച്ചാലുകളുടെയും ജനകീയ വീണ്ടെടുപ്പിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിക്ക് കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം 6ാം വാർഡിലെ തോട്ടുപാടം പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR. അനിത അധ്യക്ഷത വഹിച്ചു. കില RP മുഹമ്മദ് മൂസ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മിനിമോൾ, രജിത, ഗീത, അനിത എന്നിവർ സംസാരിച്ചു. സ്വരലയ നൃത്ത സംഗീതോത്സവം ഡിസംബർ 21 മുതൽ 31 വരെ പാലക്കാട്ട് നടക്കും. 11 ദിവസങ്ങളിലായി പ്രമുഖർ അവതരിപ്പിക്കുന്ന 26 പരിപാടികൾ അരങ്ങിലെത്തുമെന്ന് സ്വരലയ സെക്രട്ടറി TR അജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായകരുടെ ഗാനമേളകൾ, ഹിന്ദുസ്ഥാനി ഉപകരണ സംഗീതം, മ്യൂസിക് ബാൻഡ്സ്, ഫ്യൂഷൻ, ഭാരതീയ നൃത്തരൂപങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി വേദിയിലെത്തും. ജീവിത വിജയം നേടിയ പ്രമുഖർക്കുള്ള ആദരം, സ്വരലയ ജയരാജ് പുരസ്കാര സമർപ്പണം, സ്വരലയ കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാര സമർപ്പണം, വിവിധ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം എന്നിവയും നൃത്തസംഗീതോത്സവത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് TR അജയൻ പറഞ്ഞു. ഒരു വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തതാണ്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പ്രതിമ പാലക്കാട് സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് സ്വരലയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച്
3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രശസ്തരായ ഗായകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉടൻ സമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കുക. അതുകൂടാതെ കേരള കലാമണ്ഡലവുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നൃത്തോത്സവവും മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടുകൂടെ സ്വരലയ ഭാരവാഹികളായ വസന്ത് പാറക്കാട്, പ്രസാദ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാം പിണറായി സർക്കാർ മോശമെന്ന പ്രചരണം മാധ്യമ സൃഷ്ടിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം വർഗീയതയെ കൂട്ടുപിടിച്ച്. CPM കുഴൽമന്ദം ഏരിയ സമ്മേളനത്തിന് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ തുടക്കം. പ്രതിനിധി സമ്മേളനത്തിൽ 152 പ്രതിനിധികൾ. അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. 52 വാർഡുകളുള്ള നഗരസഭയിൽ ഒരു വാർഡ് കൂടി രൂപീകരിക്കുന്നതിന് 52 വാർഡുകളും വെട്ടിമുറിച്ചെന്ന് ആരോപണം. BJPയുടെ തുടർഭരണം ലക്ഷ്യമിട്ട് നടത്തുന്ന വാർഡ് വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളെന്ന് IUML സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. സംസ്ഥാനത്ത് 16,000-ഓളം NHM ജീവനക്കാർ പണിമുടക്കിയതായി ഫെഡറേഷൻ. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലത്ത് KSTA മാർച്ചും ധർണയും. അമ്പലപ്പാറയിൽ കായിക പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ആധുനിക കളിസ്ഥലമൊരുങ്ങുന്നു. ചെറുമുണ്ടശ്ശേരിയിലെ കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.